നടി ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട മെഗാ ഭരതനാട്യം 12,000-ഓളം നർത്തകരെ ഉൾപ്പെടുത്തി 12,000 കലാകാരന്മാരെ ഉൾപ്പെടുത്തിയാണ് ഇവിടെ ഇത്തരത്തിലൊരു മെഗാ ഭരതനാട്യം നടത്താൻ തീരുമാനിച്ചിരുന്നത്. അതിനിടയിലാണ് അത് ആരംഭിക്കുന്നതിന് തൊട്ടുമുമ്പാണ് ഇത്തരത്തിൽ MLAക്ക് ഗുരുതരമായ രീതിയിൽ പരിക്കേൽക്കുന്നത്. അതായത് നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ സ്റ്റേജ് ഇത് താൽക്കാലികമായി ഇവിടെ ഗാലറിയിൽ ഈ ഗലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൻ്റെ ഗാലറിയിൽ താൽക്കാലികമായി നിർമ്മിച്ചിരിക്കുന്ന ഒരു സ്റ്റേജാണ്. ഈ സ്റ്റേജ് ഇവിടെയുള്ള കസാരകൾ മാറ്റി നിർമ്മിച്ച ഒരു താൽക്കാലിക സ്റ്റേജാണ്. ഈ സ്റ്റേജിൽ നിന്നുമാണ് ഈ MLA ഉമാ തോമസ് താഴേക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കും. MLAയുടെ ചെരുപ്പുകളടക്കം ഇവിടെ കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയും ഉയരത്തിൽ, അതായത് ഏകദേശം ഒരു നില ഉയരത്തിലാണ് താഴേക്ക് വീണത്. നമ്മളിപ്പോൾ താഴെ നമുക്ക് ഒരു നീല റിബൺ കാണാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിലൊരു നീല റിബൺ ആയിരുന്നു ഇവിടെ ബാരിക്കേഡ് എന്ന നിലയിൽ സ്ഥാപിച്ചിരുന്നത്. യാതൊരുവിധ സുരക്ഷാ ക്രമീകരണങ്ങളും ഇല്ലാതെ വലിയ സുരക്ഷാ വീഴ്ചയെന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് സംസ്ഥാനത്തെ ഒരു മന്ത്രി പങ്കെടുത്ത പരിപാടി, ഒരു DGP പങ്കെടുത്ത പരിപാടി, ഒരു MLA അടക്കം പങ്കെടുത്ത പരിപാടി, അങ്ങനെ ചലച്ചിത്ര പ്രമുഖരടക്കം പങ്കെടുത്തൊരു പരിപാടിയിൽ കൃത്യമായ സുരക്ഷാ വീഴ്ച തന്നെ വന്നിരിക്കുന്നുവെന്ന് പറയേണ്ടി വരും. കാരണം നമുക്ക് കാണാൻ സാധിക്കും ഇത്തരത്തിലൊരു നീല റിബൺ പോലുള്ള ഒരു ബാരിക്കേഡാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. സാധാരണ ഈ തിയേറ്ററിലും മറ്റുമൊക്കെ സ്ഥാപിക്കുന്ന ആളുകൾ കടന്നു കയറാതിരിക്കാൻ സ്ഥാപിക്കുന്ന തരത്തിലുള്ള ഒരു നീല റിബൺ പോലുള്ള ഒരു ബാരിക്കേഡ്, ഇത്തരത്തിലൊരു ബാരിക്കേഡാണ് ഇവിടെ സ്ഥാപിച്ചിരുന്നത്. ഒപ്പം തന്നെ ഇവിടെ നിലവിൽ ഇവിടെ നമുക്ക് ഒരു ലെയർ കസാര മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇതിന് തൊട്ട് മുൻപിൽ മറ്റൊരു ലെയർ കസാര കൂടി ഇവിടെ സ്ഥാപിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതായത് ഈ ഒരു ചെറിയ താൽക്കാലിക വേദി, ഇവിടെ ഡാൻസിന് വേണ്ടി മറ്റൊരു പ്രധാന വേദി, ഇതിന് തൊട്ട് മുകളിൽ തന്നെ മറ്റൊരു പ്രധാന വേദി ഡാൻസിന് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ മുൻപിലാണ് ഇത്തരത്തിൽ വിശിഷ്ട വ്യക്തികൾക്ക് ക്ഷണിക്കപ്പെട്ടവർക്കൊക്കെ ഇരിക്കാനായി ഒരു ഇത്തരത്തിലൊരു വേദി ക്രമീകരിച്ചിരിക്കുന്നത്. ഈ വേദിയിലേക്ക് കയറുന്നതിനിടെയാണ് ഉമാ തോമസ് MLA, നമുക്കറിയാം ഉമാ തോമസ് MLA നേരത്തെ തന്നെ കാലിനൊക്കെ ചെറിയ പ്രശ്നമുള്ള ഒരാളായിരുന്നു. നേരത്തെ തന്നെ ഈ മാധ്യമങ്ങളിലൂടെ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സ്റ്റേജിലേക്ക് കയറുന്നവർക്ക് ഇരിക്കാൻ തുടക്കുന്നതിന് മുമ്പ് ഒരു സപ്പോർട്ടിനായാണ് അവർ ഈ MLA ഈ റിബണിലേക്ക് അല്ലെങ്കിൽ ഈ ബാരിക്കേഡ് എന്ന് കരുതി റിബണിലേക്ക് പിടിക്കുന്നത്. പക്ഷേ അത് കൃത്യമായി സുരക്ഷാ വീഴ്ച തന്നെയാണ്. അത് കൃത്യമായി അതിലേക്ക് പിടിക്കുമ്പോൾ ഇത് വൈദ്യുതി, കാരണം ഇത് ഒട്ടും ബലമില്ലാത്തതാണ്, ഇതൊരു റിബൺ പോലെയാണ്. ഇതിലേക്ക് പിടിച്ചപ്പോൾ അത് താഴേക്ക് ഉമാ തോമസ് MLA വീഴുകയായിരുന്നു. ഇപ്പോൾ ഈ കാണുന്ന ഈ ചെരുപ്പ് കിടക്കുന്ന കോൺക്രീറ്റ് ഭാഗത്താണ് ഉമാ തോമസ് MLAയുടെ തല ഇടിക്കുന്നത്. ഈ തല ഇവിടെ ഇടിച്ചാണ് ഉമാ തോമസ് MLAയുടെ തലയ്ക്ക് പരിക്കേൽക്കുന്നത്. ഉടൻ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ ഇവിടെ എത്തി ഉടൻ തന്നെ ഉമാ തോമസ് MLA പുറത്തേക്ക് കൊണ്ടുവരികയായിരുന്നു. ഈ സ്റ്റേഡിയം നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടക്കം മത്സരം നടക്കുന്ന സ്റ്റേഡിയമാണ്. ഇതിനകത്തേക്ക് ആംബുലൻസിന് സുഖകരമായി പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ പുറത്തെ തിരക്ക് മൂലം ഈ ആംബുലൻസിന് ഉള്ളിലേക്ക് എത്താൻ സാധിച്ചിരുന്നില്ല. പിന്നീട് ഇതുകൊണ്ട് തന്നെയാണ് കൃത്യമായി MLAക്ക് അല്ലെങ്കിൽ ഈ ആംബുലൻസ് അകത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കാത്തതുകൊണ്ട് MLA ഇത്തരത്തിൽ പുറത്തേക്ക് ആളുകൾ എടുത്തുകൊണ്ട് പോകുന്നൊരു സാഹചര്യം വന്നത്. പുറത്തേക്ക് എത്തിയ ശേഷമാണ് ആംബുലൻസിൽ പ്രവേശിപ്പിക്കുകയും സമീപത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് MLA കൊണ്ടുപോവുകയും ചെയ്തത്. അതിനുശേഷം പിന്നീട് ഈ സംഭവത്തിന് ശേഷം പിന്നീട് ഈ പരിപാടി ഇവിടെ പുനരാരംഭിക്കുകയും ഇപ്പോൾ ഈ പരിപാടി ഇവിടെ അവസാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും കൃത്യമായ സുരക്ഷാ വീഴ്ച തന്നെയാണ്, അല്ലെങ്കിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിലെ പാളിച്ച തന്നെയാണ് ഇത്തരത്തിലൊരു വലിയ ദാരുണമായ സംഭവം, ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് സംസ്ഥാനത്തെ ഒരു മന്ത്രി, DGP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ, ഒരു MLAമാരടക്കം അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾ, ചലച്ചിത്ര പ്രമുഖരൊക്കെ പങ്കെടുത്തൊരു പരിപാടിയിൽ ഇത്തരത്തിൽ കൃത്യമായ സുരക്ഷാ വീഴ്ച ഒരുക്കുന്നതിൽ സംഘാടകർ പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് പറയേണ്ടത്. ഏതായാലും നിലവിൽ ഉമാ തോമസ് MLA ആശുപത്രിയിലാണ്, വെന്റിലേറ്ററിലാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഉമാ തോമസ് MLAയുടെ ഈ പരിക്ക് ഭേദമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പോലും ഈ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് അല്ലെങ്കിൽ ഇവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിലെ പാളിച്ചകളെക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തുക തന്നെ വേണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. രാഹുൽ ബിജുവിനൊപ്പം നിതിൻ സേവ്യർ, മീഡിയ 1 കൊച്ചി.